ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള റോമൻ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പേപ്പറും പെന്നും എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്കും കൂടെ എഴുതിയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള റോമൻ സംഖ്യ മാത്രമാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം നമ്മൾ 1 മുതൽ 10 വരെയുള്ള റോമൻ സംഖ്യയും അതിന് ശേഷം 10, 20, 30, 40, 50, ശേഷം 100, 200, 300, 400, 500 ഇവയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും. വളരെ എളുപ്പമാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, കുട്ടികൾക്ക് ഈ നമ്പറൊക്കെ പരിചയമായിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് ഏതാ നോക്കല്ലേ. അടുത്തത് ഏതാ? 2. നമ്മൾ പല അവസരങ്ങളിലും ഇങ്ങനെ നമ്മൾ 1, 2 മറ്റേ നമ്പർ എഴുതുന്നതിന് പകരം നമ്മൾ റോമൻ സംഖ്യ എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ. 3 കണ്ടോ, 3 എങ്ങനെയാണ് എഴുതുന്നത് കണ്ടില്ലേ. ഇനി അടുത്ത് 4 വ്യത്യസ്തമാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 4. ഇനി 5 എങ്ങനെയാണ് എഴുതുന്നത് ശ്രദ്ധിക്കട്ടോ. 5 കണ്ടോ, വളരെ എളുപ്പമല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത നമുക്ക് 6 എങ്ങനെ എഴുതുമെന്ന് നോക്കാം. 6 4ന് നേരെ തിരിച്ചാണ് എഴുതേണ്ടത്. ഇപ്പം എങ്ങനെയായിരിക്കും 6 എഴുതുക. 6 6ഉം 4ഉം തമ്മിൽ മാറിപ്പോകാതെ വേണം ശ്രദ്ധിക്കാൻ കേട്ടോ. അടുത്ത നമുക്ക് 7 എങ്ങനെയാണെന്ന് നോക്കാം. 7 ശ്രദ്ധിച്ചേ, കണ്ടോ 6ൻ്റെ കൂടെ ഒരു വരയും കൂടെ കൂടുതലാവുമ്പോൾ 7. അടുത്ത 8 വളരെ സുഖമാണ്. 8 എങ്ങനെ എഴുതുന്നത്. 7ൻ്റെ കൂടെ ഒരു വരയും കൂടെ നമ്മൾ അധികരിച്ച് എഴുതുന്നു. 8. അടുത്ത 9 ശ്രദ്ധിച്ചേ. 9 ശ്രദ്ധിച്ചോ, കണ്ടോ വളരെ എളുപ്പമല്ലേ. ഇനി നമുക്ക് 10 ശ്രദ്ധിക്കാം. 10 നോക്കിക്കോളൂ. 10. ഇപ്പം നമ്മൾ 1 മുതൽ 10 വരെയുള്ള റോമൻ സംഖ്യ എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് 20 എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കിതൊന്നും കൂടെ നോക്കാം. 1, 2, 3, 4, 5, 6, അതുപോലെ തന്നെ 7, 8, 9, 10. ഇതിന് ശേഷം നമുക്ക് ഇനി എന്ത് നോക്കാം. 20 എങ്ങനെയാണെന്ന് നോക്കാം. 10 നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഈ 20 എങ്ങനെയായിരിക്കും. അതെ, 2x വന്നാൽ 20. ഇനി അടുത്ത സംഖ്യ 30. 30നെ നമുക്ക് നോക്കാം. 30 എങ്ങനെയാണെന്ന് എഴുതുന്നത് കണ്ടോ. 30 എങ്ങനെ എഴുതുന്നത് ശ്രദ്ധിച്ചില്ലേ. ഇനി അടുത്തത് ഏത് സംഖ്യ. 40. 40 എങ്ങനെയായിരിക്കും എഴുതുന്നത്. അതെ, 40 ഇങ്ങനെയാണ് എഴുതുന്നത്. എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് 50 എങ്ങനെയായിരിക്കും എഴുതുന്നത്. എൽ. വെരി ഗുഡ്. ഇനിയിപ്പോൾ നമ്മൾ 10, 20, 30, 40, 50 കണ്ടു അല്ലേ. ഇനി നമുക്ക് 100 എങ്ങനെയാണെന്ന് എഴുതാൻ നോക്കാം. അടുത്തതായിട്ട് ഇതിന് മുന്നേ ഇതുവരെ നമ്മൾ എഴുതിയ റോമൻ നമ്പറുകൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത നമുക്ക് 100 എങ്ങനെ എഴുതുന്നത് നോക്കാം. എങ്ങനെ എഴുതുന്നത്. സി. വെരി ഗുഡ്. അപ്പോൾ 200 എങ്ങനെയായിരിക്കും എഴുതുന്നത്. നേരത്തെ നമ്മൾ 2ഉം 20 എഴുതിയ പോലെ തന്നെ. അതെ, 2C 200 കണ്ടോ. നമ്മൾ മുന്നത്തെ നമ്പർ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്ക് പിന്നീടുള്ള നമ്പറുകൾ എഴുതാൻ എന്തായിരിക്കും, അത് നമുക്ക് വളരെ എളുപ്പമാകും. കണ്ടോ 300. ഇനി 400ൽ ഏത് സംഖ്യയായിരിക്കും വരുന്നത്. സി. ഡി. വെരി ഗുഡ്. അടുത്തത് 500 എന്തായിരിക്കും വരിക പറഞ്ഞേ. അതെ, വെരി ഗുഡ്. ഡി. 500. ഇപ്പം നമ്മൾ റോമൻ സംഖ്യകളെ മനസ്സിലാക്കിയല്ലേ. 1 മുതൽ 10 വരെ തുടർച്ചയായിട്ടുള്ള സംഖ്യകളെയും അതുപോലെ തന്നെ 10, 20, 30, 40, 50, 100, 200, 300, 400, 500 തുടങ്ങിയ സംഖ്യകൾ നമ്മൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ സംഖ്യകളെല്ലാം ഇപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത്രയും വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ഇതൊന്നും കൂടെ നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ ഇത് മറന്നു പോകില്ല. അപ്പം നമ്മൾ റോമൻ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.